ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ത്യയിലെ 55% മരണത്തിന്റെയും കാരണമെന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. പകർച്ചവ്യാധികൾ കൊണ്ടോ അതല്ലെങ്കിൽ പ്രായമെത്തിയതോ അല്ല പകുതിയിലേറെ പേരും മരിക്കുന്നത് എന്നാണ് ഈ പുറത്തു വന്ന റിപ്പോർട്ടിന്റെ അർത്ഥം. അത്തരം മരണങ്ങൾ ഉണ്ടാകുന്നതിൽ രാജ്യത്ത് മുൻപന്തിയിലുള്ള സംസ്ഥാനം നമ്മുടേതാണ്, കേരളമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മരണങ്ങളുടെ കാരണം ഹൃദ്രോഗമാണ്. ചിട്ടയില്ലാത്ത ഭക്ഷണം, പുകവലി, മദ്യം, വ്യായാമമില്ലായ്മ, മയക്കുമരുന്നിന്റെ ഉപയോഗം ഇവയൊക്കെയാണ് ഇതിനുള്ള 5 കാരണങ്ങളായി പറയപ്പെടുന്നത്. തോന്നിയതെല്ലാം വാരി വലിച്ച് കഴിച്ചും പുകവലിച്ചും മദ്യപിച്ചും വ്യായാമമില്ലാതെയും മരിച്ചു വീഴേണ്ടവരാണോ മലയാളികൾ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എന്തിന് നമ്മൾ ജീവിതം എറിഞ്ഞുടയ്ക്കുന്നു? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്നത് ഹൃദ്രോഗമാണ്. അതിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളവും. ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഗോവ, ഗുജറാത്ത്, കർണാടക സംസ്ഥാനങ്ങളിലും ഹൃദ്രോഗം തന്നെയാണ് പ്രധാനപ്പെട്ട മരണകാരണം. രണ്ടാമത്തെ കാരണം ഈ ദഹന പ്രക്രിയ ശരിയല്ലാത്തതിനാൽ ആമാശയത്തെയും വൻകുടലിനെയും ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇതിൽ പ്രധാന വില്ലൻ മദ്യമാണ്. കാർബണേറ്റഡ് പാനീയങ്ങൾ അമിതമായി കഴിക്കുന്നവരിലും ഇതുണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിലും ജങ്ക് ഫുഡ് കഴിക്കുന്നവരും കുടലിനെയും ആമാശയത്തെയും ബാധിക്കുന്ന രോഗങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ട്. 20 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയൊക്കെ മുടക്കി ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരുന്നവരുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് ദിനം പ്രതി കുതിച്ചുയരുന്നുണ്ട്. അതിന് വഴിയില്ലാതെ മരണത്തിന് കീഴടങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കോവിഡ് അനന്തര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നു എന്ന മട്ടിലുള്ള പ്രചാരണം അത്രമേൽ ശരിയല്ലെന്നാണ് കേരളത്തിലെ കണക്കുകൾ കാണിക്കുന്നത്. കേരളത്തിലെ മരണങ്ങൾക്ക് അത് 9ാമത്തെ കാരണം മാത്രമാണ്. ജീവിതശൈലി രോഗങ്ങളായ ഹൃദ്രോഗവും ദഹനാവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളും കഴിഞ്ഞ് 3ാമത് കേരളത്തിൽ ക്യാൻസറാണ്. ക്യാൻസറിന് പാരമ്പര്യ 50% കാരണമാകുന്നത് ജീവിതശൈലിയിലെ ക്രമക്കേടുകൾ തന്നെ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായി കേരളത്തിൽ അടുത്ത മരണകാരണം പ്രമേഹമാണ്. കടുത്ത പ്രമേഹമുള്ളവർ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താത്തതാണ് മരണത്തിന് കാരണമാകുന്നത്. ഇപ്പോ ഈ മരുന്നും ചികിത്സയും ഒക്കെ ലഭ്യമാണെന്നിരിക്കെ അതിനെയൊക്കെ വേണ്ട വിധം ഉപയോഗിക്കാതെയാണ് പലരും മരണത്തിന് കീഴടങ്ങുന്നത്. ഇനി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായി മറ്റൊരു കാരണവും മരണത്തിനുണ്ട്. അത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാണ്. നാഡീരോഗങ്ങളാൽ മരിക്കുന്നവരുടെ അനുപാതവും നമ്മുടെ രാജ്യത്ത് കൂടുതലാണ്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലും ഗോവയിലും പഞ്ചാബിലുമാണ്. രാജ്യത്ത് ഏറ്റവും അഭിമാനകരമായി കേരളം നിൽക്കുന്നത് പ്രസവാനന്തരമുള്ള മാതൃശിശു മരണം നിയന്ത്രിക്കുന്നതിലാണ്. മാതൃശിശു മരണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടേതാണ്, കേരളമാണ്. ജനനവും അതേ തുടർന്നുള്ള മരണവും നിയന്ത്രിക്കുന്നതിൽ ഇത്രയേറെ മികവ് പുലർത്തുന്ന നാട് പിന്നീട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. ജനിക്കും വരെ സുരക്ഷിതമാണ് കേരളം എന്നും ജനിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളുടെ ഒരു ഘോഷയാത്ര എന്ന് പരിഹസിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ്. ജീവിതശൈലി രോഗങ്ങളാണ് ഇതിനു കാരണമെന്ന് പറയുമ്പോഴും മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇത്തരം രോഗങ്ങൾ കേരളത്തിൽ കൃത്യമായി കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും പരിശോധന പോലും ഇല്ലാതെ മരണം സംഭവിക്കുകയാണ്. ഇതിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. അത് ആത്മഹത്യ മൂലം ഏറ്റവും കൂടുതൽ മരണമുണ്ടാകുന്ന നാട് കേരളവും തമിഴ്നാടും കർണാടകവുമാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും മരണങ്ങളിൽ 10ാമത്തെ കാരണം സ്വയം ജീവൻ എടുക്കുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാനസിക ബലം ഇല്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നവരിൽ ഏറെയും. മാതൃശിശു മരണം ഏറ്റവും കുറവ് എന്നതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണം ഏറ്റവും കുറവും കേരളത്തിൽ തന്നെയാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായി HIV AIDS ബാധ മരണകാരണമാകുന്നതിൽ കേരളം ഏറ്റവും പിന്നിലാണ്. ഈ കാരണങ്ങളൊക്കെ നമുക്ക് വലിയ അഭിമാനത്തോടെ പറയുകയും ചെയ്യാം. അപ്പോഴും നമ്മുടെ സംസ്ഥാനം ഏറ്റവും ശ്രദ്ധ വെക്കേണ്ട മേഖല ഏതാണെന്ന് പറയുന്നുണ്ട് ഈ പഠന റിപ്പോർട്ട്. അത് ഈ ഹൃദ്രോഗവും ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുമാണ്. അതിനുള്ള പ്രധാന കാരണം ഭക്ഷണ ക്രമീകരണം മലയാളികൾക്ക് ഇല്ലാത്തതു തന്നെയാണ്. എന്താണ് കഴിക്കേണ്ടതെന്നും ഓരോന്നും എത്രമാത്രം കഴിക്കാമെന്നും ഒരു ശീലമുണ്ടാക്കാത്തതാണ് ഇതിനുള്ള കാരണം. രണ്ടാമത്തേത് പുകവലിയാണ്. ഇത്രയേറെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മരണ കാരണങ്ങളിൽ 2ാമത്തേത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പുകവലി തന്നെയാണ്. പുകവലിയും കഴിഞ്ഞു മാത്രമേ വരുന്നുള്ളൂ മദ്യം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം വ്യായാമമില്ലായ്മയാണ്.
ദിവസവും ഒരു 20 മിനിറ്റ് പോലും വ്യായാമം ചെയ്യാത്തവരാണ് ബഹുഭൂരിപക്ഷവും. കാറ് മുതൽ കാർപ്പറ്റ് വരെ മാത്രം സഞ്ചരിക്കുന്നവരെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കീഴടക്കുന്നത്. മധ്യവർഗ മലയാളികൾക്ക് ഇപ്പോ ശാരീരിക അധ്വാനമുള്ള ജോലികൾ തീരെ കുറവാണ്. പകരം വ്യായാമത്തിലേക്കു തിരിയാൻ ഭൂരിപക്ഷവും തയ്യാറാകുന്നില്ല താനും. ലഹരി മരുന്ന് ഉപയോഗം മൂലമുള്ള മരണവും കേരളത്തിൽ കൂടിക്കൂടി വരികയാണെന്നുള്ള കാര്യവും നമുക്ക് മറക്കാതിരിക്കാം. ഇതോടെ സ്പോട്ട്ലൈറ്റ് ഇന്ന് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും. നമസ്കാരം.